എല്ലാവർക്കും മോട്ടോർ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന യൂസ്ഡ് കാർ ഷോറൂം പാലക്കാട് ജില്ലയിലുള്ള ഒരു ഷോറൂമാണ്. പാലക്കാട് ജില്ലയിലെ കല്ലേക്കാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കാമ്പ് ഓട്ടോസ് എന്ന യൂസ്ഡ് കാർ ഷോറൂമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിരുന്നത്. നിലവിൽ ഈ ഒരു ഷോറൂമിൽ എന്തൊക്കെ തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഒരു കസ്റ്റമറിന് ഇവർ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതും അതിനുശേഷം ഈ ഒരു ഷോറൂമിൽ നിലവിലുള്ള ഓരോരോ വാഹനങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള യൂസ്ഡ് കാർ ഷോറൂമുകളുടെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ചേട്ടാ, മോട്ടോർ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഒരു കസ്റ്റമർ വാഹനം എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഒരു കസ്റ്റമറിന് ചെയ്തു കൊടുക്കുന്നത്? അവർക്ക് വേണ്ട ലോൺ സൗകര്യം ചെയ്യുന്നുണ്ട്. അവരുടെ ഇതിനനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും, വണ്ടികൾ പരമാവധിയുള്ള ലോണ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ലോൺ എത്ര ശതമാനം കിട്ടും ഒരു വാഹനത്തിന്? ലോണ് ചില വണ്ടികൾക്ക് 100% കിട്ടും. ചില വണ്ടിക്ക് അനുസരിച്ച് 75 തൊട്ടിട്ട് 100 വരെ കൊടുക്കുന്നുണ്ട്. ഏതാ മോഡൽ എന്ന് അറിയോ? മോഡൽ അങ്ങനെ ഇല്ല, നമ്മളിപ്പോൾ എല്ലാ മോഡലിനും കൊടുക്കും. എല്ലാ മോഡലിനും ലോൺ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ടോ? എക്സ്ചേഞ്ച് സൗകര്യമുണ്ട്. അതുകൊണ്ടല്ലേ. പാർക്ക് ആൻഡ് സെയിൽ സൗകര്യം ഉണ്ടോ? എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ലോണിന് പ്രത്യേകിച്ച് ഒന്നും കൂടി പറയുകയാണെങ്കിൽ നമ്മൾ 65 മോഡൽ വണ്ടിയാണെങ്കിലും കൊടുക്കുന്നുണ്ട്. ലോൺ കൊടുക്കുന്നുണ്ട്. ഓക്കെ. നമ്മുടെ ഏറ്റവും വലിയ ലോണ് ആയിട്ട് മോഡൽ എത്ര പറഞ്ഞാലും കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലായിടത്തും ചെയ്തു കൊടുക്കും. എല്ലായിടത്തിലും കൊടുക്കാൻ പറ്റില്ല. ഈ ചെറിയ വണ്ടികൾക്ക് ലോണ് പാലക്കാട് ജില്ലയിൽ മാത്രം. ബാക്കി ഓൾമോസ്റ്റ് കേരള എല്ലായിടത്തും ചെയ്യും. പിന്നെ ഒരു വീഡിയോ കണ്ടിട്ട് കസ്റ്റമർ ഈ ഒരു ഷോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു കറക്റ്റ് ലൊക്കേഷൻ ഈ ഒരു പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ലൊക്കേഷൻ പാലക്കാട് നിന്ന് വരുന്നവർക്കാണെങ്കിൽ കല്ലേക്കാട് KAAMB കഴിഞ്ഞിട്ട് 1/2 കിലോമീറ്റർ ഭാരത് പെട്രോളിയം പമ്പിൻ്റെ തൊട്ട്. ഒറ്റപ്പാലം സൈഡിൽ നിന്ന് വരുന്നവർക്ക് എടത്തറ കഴിഞ്ഞിട്ട് 1 കിലോമീറ്റർ വരുമ്പോൾ പെട്രോൾ പമ്പ് വരും. BP ഭാരത് പെട്രോളിയം തന്നെ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ. കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനം വോക്സ് വാഗൻ്റെ പോളോയാണ്. 2012 മോഡൽ. കംഫർട്ട് ലൈൻ എന്ന വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം ഉൾപ്പെടുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം ഡീസൽ എഞ്ചിനാണ്. 82,000 കിലോമീറ്റർ ഈ ഒരു വാഹനം സഞ്ചരിച്ചിട്ടുണ്ട്. 1300 cc ഉള്ള ഈ ഒരു പോളോയുടെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡീസലിൽ 18 ആണ്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. AC, പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ, അലോയ് വീല്, മ്യൂസിക് സിസ്റ്റം എന്നിവയും നിലവിൽ ഈ ഒരു വാഹനത്തിന് ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഉൾഭാഗം വളരെ നീറ്റും ക്ലീനുമാണ്. നല്ല വൃത്തിയുള്ള സീറ്റ് കവർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പോളോയുടെ ടാക്സും ഇൻഷുറൻസും എല്ലാം ക്ലിയർ ആണ്. ഇതിന് ഇവർ പ്രതീക്ഷിക്കുന്ന വില 3,40,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഈ കാണുന്ന വാഹനം മഹേന്ദ്രയുടെ ബൊലേറോ എന്ന വാഹനമാണ്. 2011 മോഡൽ. SLX ആണ് വേരിയൻറ്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം ഡീസൽ എഞ്ചിനാണ്. 82,000 കിലോമീറ്റർ ഈ ഒരു ബൊലേറോ ഓടിയിട്ടുണ്ട്. ഈ ബൊലേറോ SLX 2500 cc ആണ്. 1 ലിറ്റർ ഡീസലിൽ 15 മൈലേജ് ലഭിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട്. നല്ല വൃത്തിയോടെയുള്ള സീറ്റ് കവറോട് കൂടിയ നല്ലൊരു ഉൾഭാഗം തന്നെയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ടാക്സും ഇൻഷുറൻസ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ഇവർ പ്രതീക്ഷിക്കുന്ന വില 4,50,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന ഈ ഒരു വാഹനം മാരുതി സുസുക്കിയുടെ സെന്നാണ്. ഈ ഒരു വാഹനം 1999 മോഡൽ. ക്ലാസിക് ആണ് വേരിയൻറ്റ്. നിലവിൽ 3rd ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം പെട്രോൾ എഞ്ചിനാണ്. 1,85,000 കിലോമീറ്റർ ഈ ഒരു വാഹനം സഞ്ചരിച്ചിട്ടുണ്ട്. 800 cc ഉള്ള ഈ ഒരു സെന്നിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ പെട്രോളിൽ 15 ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ AC, പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം എന്നിവയും ഈ ഒരു വാഹനത്തിനുണ്ട്. പഴയ മോഡൽ വാഹനമാണെങ്കിലും പുതിയ മോഡൽ വാഹനങ്ങളുടെ ഉൾവശം പോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഉൾവശവും. നിലവിൽ ഈ ഒരു വാഹനത്തിൻ്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ഇവർ പ്രതീക്ഷിക്കുന്ന വില 75,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനം ടാറ്റ ഇൻഡിഗോ മാൻസ എന്ന വാഹനമാണ്. 2008 മോഡൽ. ഓർഡർ ജെറ്റ് ഓപ്ഷനിൽ പെടുന്ന ഈ ഒരു വാഹനം സെക്കൻഡ് ഓണറാണ്. ഡീസൽ എഞ്ചിനാണ്. ഈ ഒരു വാഹനം 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1350 cc ഉള്ള ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡീസലിൽ 20 ആണ്.
AC, പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക് സിസ്റ്റം എന്നിവയും ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സാണ്. വളരെ വൃത്തിയിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഉൾഭാഗം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ ഒരു വാഹനത്തിൻ്റെ ടാക്സും ഇൻഷുറൻസും എല്ലാം ക്ലിയർ ആണ്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1,40,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2015 മോഡൽ. VDI എന്ന വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനമുള്ളത്. നിലവിൽ ഈ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പിലുള്ളതാണ്. DDIS ഡീസൽ എഞ്ചിനാണ്. 55,000 കിലോമീറ്റർ ഈ ഒരു വാഹനം സഞ്ചരിച്ചിട്ടുണ്ട്. 1250 cc ഉള്ള ഈ ഒരു സ്വിഫ്റ്റിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡീസലിൽ 20 ആണ്. ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, അതുപോലെ തന്നെ മ്യൂസിക് പ്ലെയർ, സെൻട്രൽ ലോക്ക് സിസ്റ്റം, ABS എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഉൾവശം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും വൃത്തിയും ക്ലീനുമാണ് ഈ ഒരു വാഹനം ഇപ്പോൾ നിലവിലുള്ളത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമായതുകൊണ്ടാവാം ഇത്രയും നീറ്റും ക്ലീനും. ഈ ഒരു വാഹനത്തിൻ്റെ ടാക്സും ഇൻഷുറൻസും എല്ലാം നിലവിൽ ക്ലിയർ ആണ്. ഇതിന് ഇവർ പ്രതീക്ഷിക്കുന്ന വില 4,50,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഷെവർലെറ്റിൻ്റെ ക്രൂയിസ് എന്ന വാഹനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2011 മോഡൽ. LT വേരിയൻറ്റിൽ പെടുന്ന ഈ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പാണ്. ഈ വാഹനം ഡീസൽ എഞ്ചിനാണ്. 1,00,000 കിലോമീറ്റർ ഈ ഒരു വാഹനം സഞ്ചരിച്ചിട്ടുണ്ട്. 2000 cc ഉള്ള ഈ ഒരു ഷെവർലെറ്റ് ക്രൂയിസിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡീസലിൽ 18 ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, 2 എയർ ബാഗ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം, ABS, മ്യൂസിക് പ്ലെയർ, അലോയ് വീല് എന്നിവയും ഈ ഒരു വാഹനത്തിന് ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഉൾഭാഗം വളരെ വൃത്തിയുള്ളത് തന്നെയാണ്. അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ടാക്സും ഇൻഷുറൻസും എല്ലാം ക്ലിയർ ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 3,25,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനം മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ ആണ്. 2013 മോഡൽ. VDI വേരിയൻറ്റിലുള്ള ഈ ഒരു വാഹനം നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, മ്യൂസിക് പ്ലെയർ, സെൻട്രൽ ലോക്ക് സിസ്റ്റം, അതുപോലെ തന്നെ ABS എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ഒരു ഉൾഭാഗം തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ നടന്നിട്ടില്ല. ഡീസൽ എഞ്ചിനുള്ള ഈ ഒരു വാഹനം 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1250 cc ഉള്ള ഈ ഒരു സ്വിഫ്റ്റ് ഡിസയറിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡീസലിൽ 20 ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ടാക്സും ഇൻഷുറൻസും എല്ലാം ക്ലിയർ ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 4,30,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനം ടാറ്റയുടെ വിഞ്ചറാണ്. 2011 മോഡൽ. 9 സീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം ഡീസൽ എഞ്ചിനാണ്. 1,20,000 കിലോമീറ്റർ ഈ ഒരു വാഹനം സഞ്ചരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1950 cc ഉള്ള ഈ ഒരു വിഞ്ചറിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡീസലിൽ 10 മുതൽ 12 വരെയാണ്. ഈ ഒരു വാഹനം പ്രൈവറ്റ് ആണ്. ലൈഫ് ടാക്സ് ഉൾപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഈ ഒരു വാഹനത്തിൻ്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 2,75,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനം 2006 മോഡൽ സ്കോഡയുടെ ഒക്ടീവിയ എന്ന വാഹനമാണ്. TDI വേരിയൻറ്റിൽ പെടുന്ന ഈ ഒരു വാഹനം സെക്കൻഡ് ഓണർഷിപ്പാണ്. ഡീസൽ എഞ്ചിനാണ്. 1,00,000 കിലോമീറ്റർ ഈ ഒരു വാഹനം സഞ്ചരിച്ചിട്ടുണ്ട്. 1900 cc ഉള്ള ഈ ഒരു സ്കോഡ ഒക്ടീവിയ എന്ന വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡീസലിൽ 18 ആണ്. നിലവിൽ ഈ ഒരു വാഹനത്തിൻ്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ഇവർ പ്രതീക്ഷിക്കുന്ന വില 1,00,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനം മിറ്റ്സുബിഷി ലാൻസർ ആണ്. 2007 മോഡൽ. LXD വേരിയൻറ്റിൽ പെടുന്ന ഈ ഒരു വാഹനം സെക്കൻഡ് ഓണർഷിപ്പിലുള്ളതാണ്. ഡീസൽ എഞ്ചിനാണ്. 1,00,000 കിലോമീറ്റർ ഈ ഒരു വാഹനം സഞ്ചരിച്ചിട്ടുണ്ട്. 1450 cc ഉള്ള ഈ ഒരു ലാൻസറിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡീസലിൽ 10 മുതൽ 13 വരെയാണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം എന്നിവയും ഈ ഒരു വാഹനത്തിന് ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ പേപ്പേഴ്സ് എല്ലാം നിലവിൽ ക്ലിയർ ആണ്. 1,65,000 രൂപയാണ് ഇവർ പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനം ഫോർഡ് ഫിയസ്റ്റ എന്ന വാഹനമാണ്. 2010 മോഡലാണ്. ഡ്യൂറാ ടോർക്ക് എന്ന വേരിയൻറ്റിൽ പെടുന്ന ഈ ഒരു വാഹനം നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. ഡീസൽ എഞ്ചിനാണ്. 1,20,000 കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട്. 1400 cc ഉള്ള ഈ ഒരു ഫോർഡ് ഫിയസ്റ്റയുടെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡീസലിൽ 18 മുതൽ 20 വരെയാണ്.
ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് സിസ്റ്റം, മ്യൂസിക് പ്ലെയർ, അലോയ് വീൽസ് എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഈ ഒരു വാഹനത്തിൻ്റെ ടാക്സും ഇൻഷുറൻസും എല്ലാം ക്ലിയർ ആണ്. ഇതിന് ഇവർ പ്രതീക്ഷിക്കുന്ന വില 1,60,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. 2011 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. VDI വേരിയന്റിൽ പെടുന്ന ഈ ഒരു വാഹനം നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. ഡീസൽ എഞ്ചിനാണ്. 1,25,000 കിലോമീറ്റർ ഈ ഒരു വാഹനം സഞ്ചരിച്ചിട്ടുണ്ട്. 1250 cc ഉള്ള ഈ ഒരു സ്വിഫ്റ്റിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡീസലിൽ 18 മുതൽ 20 വരെയാണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, മ്യൂസിക് പ്ലെയർ എന്നിവയും ഈ ഒരു വാഹനത്തിന് ഉൾപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഈ ഒരു വാഹനത്തിൻ്റെ ടാക്സും ഇൻഷുറൻസും എല്ലാം ക്ലിയർ ആണ്. ഇതിന് ഇവർ പ്രതീക്ഷിക്കുന്ന വില 2,85,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഇപ്പോൾ ഈ കാണുന്നത് മാരുതി സുസുക്കിയുടെ ഈക്കോ എന്ന വാഹനമാണ്. 2010 മോഡല്. മിഡിൽ ഓപ്ഷനാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം പെട്രോൾ എഞ്ചിനാണ്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1200 cc ഉള്ള ഈ ഒരു ഈക്കോയുടെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ പെട്രോളിൽ 18 ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ഇവർ പ്രതീക്ഷിക്കുന്ന വില 1,00,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. കാണുന്നത് മഹേന്ദ്രയുടെ ബൊലേറോ ZLX എന്ന വേരിയന്റിൽ പെടുന്ന വാഹനമാണ്. 2012 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം ഡീസൽ എഞ്ചിനാണ്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2500 cc ഉള്ള ഈ ഒരു ബൊലേറോയുടെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡീസലിൽ 15 ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, മ്യൂസിക് പ്ലെയർ എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട്. നിലവിൽ നല്ല വൃത്തിയുള്ള ഒരു ഉൾഭാഗം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് പ്രതീക്ഷിക്കുന്ന വില 4,50,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഇത് മഹേന്ദ്രയുടെ ബൊലേറോയാണ്. 2011 മോഡല്. SLI വേരിയന്റിൽ പെടുന്ന ഈ ഒരു വാഹനം സിംഗിൾ ഓണറാണ്. ഡീസൽ എഞ്ചിനുള്ള ഈ ഒരു വാഹനം 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2500 cc ഉള്ള ഈ ഒരു ബൊലേറോയുടെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡീസലിൽ 15 ആണ്. AC, പവർ സ്റ്റിയറിംഗും ഈ ഒരു വാഹനത്തിന് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേപ്പേഴ്സ് എല്ലാം നിലവിൽ ക്ലിയർ ആണ്. 3,70,000 രൂപയാണ് ഇവർ പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2010 മോഡലാണ്. VDI ആണ് വേരിയന്റ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം ഡീസൽ എഞ്ചിനാണ്. 1,10,000 കിലോമീറ്റർ ഈ ഒരു വാഹനം സഞ്ചരിച്ചിട്ടുണ്ട്. 1250 cc ഉള്ള ഈ ഒരു സ്വിഫ്റ്റ് ഡിസയറിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡീസലിൽ 20 ആണ്. കൂടാതെ AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, മ്യൂസിക് പ്ലെയർ എന്നിവയും ഈ ഒരു വാഹനത്തിന് ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ടാക്സും ഇൻഷുറൻസും എല്ലാം ക്ലിയർ ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 2,80,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫോർഡിൻ്റെ ഫിഗോ എന്ന വാഹനമാണ്. 2010 മോഡല്. ടൈറ്റാനിയം എന്ന വേരിയന്റിലാണ് ഈ ഒരു വാഹനം ഉൾപ്പെടുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം ഡീസൽ എഞ്ചിനാണ്. 95,000 കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട്. 1300 cc ഉള്ള ഈ ഫോർഡ് ഫിഗോയുടെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡീസലിൽ 17 ആണ്. കൂടാതെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ, മ്യൂസിക് പ്ലെയർ, 2 എയർ ബാഗ് എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം വളരെ വൃത്തിയും ക്ലീനും തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ഇവർ പ്രതീക്ഷിക്കുന്ന വില 1,70,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. നമ്മൾ കാണുന്നത് ഫിയറ്റിൻ്റെ പുൻറ്റോ എന്ന വാഹനമാണ്. 2009 മോഡല്. ഫുൾ ഓപ്ഷനാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം ഡീസൽ എഞ്ചിനാണ്. 82,000 കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട്. 1200 cc ഉള്ള ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡീസലിൽ 20 ആണ്. കൂടാതെ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, മ്യൂസിക് പ്ലെയർ, ABS, സെൻട്രൽ ലോക്ക് സിസ്റ്റം, അതുപോലെ തന്നെ അലോയ് വീല്, 2 എയർ ബാഗ് എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഈ ഒരു വാഹനത്തിൻ്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1,40,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. മാരുതി സുസുക്കിയുടെ ആൾട്ടോ LX എന്ന വേരിയന്റിൽ പെടുന്ന വാഹനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 2007 മോഡല്. തേർഡ് ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം പെട്രോൾ എഞ്ചിനാണ്. 95,000 കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട്. 300 cc ഉള്ള ഈ ഒരു ആൾട്ടോയുടെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ പെട്രോളിൽ 18 ആണ്. നിലവിൽ ഈ ഒരു വാഹനത്തിൻ്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 85,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്.